അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് 11 റൂൾസ് ഫോർ ലൈഫിൻ്റെ പുതിയ എപ്പിസോഡ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് 2 റൂൾസാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വരെയുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത 2 ഗംഭീരമായിട്ടുള്ള 2 റൂൾസിലേക്ക് പ്രവേശിക്കാം. ഇവർ തമ്മിലുള്ള ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡെലിവറി ബോയ്ക്ക് ചേതൻ ഭഗത് പറഞ്ഞു കൊടുത്ത ആ മൂന്നാമത്തെ റൂൾ, മൂന്നാമത്തെ സീക്രട്ട് എന്നുള്ളത് എന്തായിരുന്നു? അത് മറ്റൊന്നുമല്ല, പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. ഇതായിരുന്നു ആ റൂൾ, ആ സീക്രട്ട്. പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. അതായത് നിങ്ങളെ തന്നെ ആദ്യം പരിഗണിക്കണം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? നമ്മൾ ഇങ്ങനെ തന്നെയാണല്ലോ, അല്ലേ? നമ്മൾ സെൽഫ് സെൻറ്റേർഡ് ആണ്, അല്ലേ? നമ്മൾ അങ്ങനെ ഉദാരമതികളോ ഗാന്ധിജിയെ പോലെയോ അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമിയെ പോലെയോ അങ്ങനെ നമ്മൾ ഋഷിമാരാരും അല്ല. നമ്മൾ വളരെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള മനുഷ്യരാണ്. പക്ഷേ ബീയിങ് സെൽഫിഷ് എന്നുള്ളതും പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ് എന്നുള്ളതും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് മിസ്റ്റേക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ പറ്റൂ. ഇത് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റൂളാണ്, ഒരു സീക്രട്ടാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഫൗണ്ടേഷനായിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു സീക്രട്ടാണ് പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. അതെന്തല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അത് സെൽഫിഷ് ആവുക എന്നുള്ളതല്ല, ഈഗോസെൻട്രിക് ആവുക അല്ലെങ്കിൽ സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കുക എന്നുള്ളതല്ല, എമ്പതി ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല, ഒരിക്കലും അല്ല. പിന്നെ എന്താണ് പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്? ഇത് നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പിന്നെ നമുക്ക് എന്തേ പറ്റൂ? നമുക്ക് ചില എക്സാമ്പിൾസ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എക്സാമ്പിളുകളിലൂടെ പറയണം. അതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വളരെ സട്ടിലായിട്ടുള്ള ഐഡിയാസിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി, അത് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതിൽ ചേതൻ ഭഗത് നമുക്ക് തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നിങ്ങളൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻ കിട്ടും. ഇതിനകത്ത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാത്ത ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ. ഇനി അഥവാ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് കയറിയാൽ, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിലെ ഫ്ലൈറ്റ് അറ്റൻഡൻസ് അവരുണ്ട്. അതായത് എന്താ പറയുക, എയർ ഹോസ്റ്റസ്മാരൊക്കെ ഉണ്ടല്ലോ. അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണ് ഓക്സിജൻ മാസ്ക് ധരിക്കേണ്ടത്? നമ്മുടെ മുകളിലുള്ള ഒരു ഭാഗത്ത് നിന്ന് ഓക്സിജൻ മാസ്കുകൾ താഴേക്ക് വരും. അപ്പോൾ അതെങ്ങനെയാണ് ധരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മറ്റ് രീതിയിൽ അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടത്? നമ്മളൊരു വലിയ അപകടം മുന്നിൽ കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്? നമുക്കൊരു ജാക്കറ്റ് ഇടേണ്ടതുണ്ട്, നമുക്ക് ഓക്സിജൻ മാസ്ക് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ്. നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഫ്ലൈറ്റിൽ കൂടെയുള്ളതൊക്കെ നിങ്ങളുടെ കൊളീഗ്സ് ആണ്, നിങ്ങൾക്ക് പരിചയമുള്ളവരാണ്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. നിങ്ങളുടെ ഫ്ലൈറ്റ് എന്തായി? ഒരു വലിയ എയർ പോക്കറ്റിൽ വീഴുന്നു, അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന ഉടൻ തന്നെ മുകളിൽ നിന്ന് ഓക്സിജൻ്റെ ആ മാസ്ക് താഴേക്ക് വരുന്നുണ്ട്. പക്ഷേ ആ ഫ്ലൈറ്റിൽ നിങ്ങളാണ് അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്നത്. ബാക്കി ആർക്കും അത് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അവരത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് കാണാം. നിങ്ങളുടെ കൊളീഗ്സ്, നിങ്ങളുടെ നല്ല ഫ്രണ്ട്സ്, നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സ്, അവരൊക്കെ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഇവിടെ എന്താണ് ആദ്യം ചെയ്യാൻ പോണത്? ഇതൊരു ചിന്താ പരീക്ഷണമാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ട് ഉത്തരം കണ്ടെത്തേണ്ട ഒരു റിഡിലാണ്, ഒരു പസിലാണ്, ഒരു എന്താ പറയുക, ഒരു ലോജിക്ക് വെച്ചിട്ടുള്ളൊരു പസിലാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഓടിച്ചെന്ന് നമ്മുടെ സുഹൃത്തിനെ ഇത് വെക്കാൻ സഹായിക്കലാണല്ലോ എന്ത്? സെൽഫിഷ് അല്ലാത്ത ഒരാൾ ചെയ്യേണ്ടത്, അല്ലേ? എമ്പതറ്റിക് ആയിട്ടുള്ള ഒരാൾ എന്താ ചെയ്യേണ്ടത്? തൻ്റെ സുഹൃത്തിന് ഇത് വെച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മരിച്ചു വീഴുമോ? അവിടെ ഓക്സിജൻ കിട്ടുന്നില്ല, നമുക്ക് അവിടെ ഓക്സിജൻ നഷ്ടമാവുകയാണ്.
നമുക്ക് ആ ഫ്ലൈറ്റിനുള്ളിൽ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരുവാണ്. അപ്പോൾ ഫ്ലൈറ്റിനുള്ളിലെ ഓക്സിജൻ സപ്ലൈ എല്ലാം തകരാറിലായപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുക? നമ്മൾ പോയിട്ട് നമ്മുടെ കൊളീഗ്സിനെ രക്ഷിക്കുമോ? കൊളീഗ്സിനെ ഓരോരുത്തരായിട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ സഹായിക്കുമോ? അങ്ങനെ സഹായിച്ചാൽ അല്പസമയം കഴിയുമ്പോൾ നമ്മളായിരിക്കും അവിടെ ഫെയിൻ്റായി വീഴുക. ഇവിടെ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഒരു സംശയം വേണ്ട. നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ആദ്യം ഞാൻ അത് എന്നിൽ കണക്ട് ചെയ്യും. വളരെ പെട്ടെന്ന് അത് ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റുള്ളവരെ, എൻ്റെ അടുത്തിരിക്കുന്നവരെ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഇതാണല്ലോ അതിൻ്റെ ഒരു ഓർഡർ. ഈ ഓർഡർ നമ്മൾ തെറ്റിക്കില്ല, അല്ലേ? ഈ ഓർഡർ നമ്മൾ തെറ്റിക്കില്ല. പ്രൊവൈഡഡ് നമ്മുടെ അടുത്തിരിക്കുന്നത് തീരെ ചെറിയ കുട്ടിയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആയിരിക്കും നമ്മൾ ആദ്യം അങ്ങോട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും ഈക്വൽസ് ആണെങ്കിൽ നമ്മൾ ആദ്യം നമ്മളുടെ കാര്യമായിരിക്കും. കാര്യം നമ്മൾ നേരെ നിന്നാൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ എന്നുള്ള സെൻസ് നമുക്ക് ആ സമയത്ത് നഷ്ടമാവില്ല. ഇതാണ് പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? ഇത് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ? ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നമുക്കറിയാലോ നമ്മളെ തന്നെ ഫസ്റ്റ് പ്രിഫർ ചെയ്യണമെന്ന്. ഇതൊരു റൂളായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. കാര്യം ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് നമുക്കറിയാം. നമ്മൾ നമ്മളെ തന്നെ ഫസ്റ്റായിട്ട് ചെയ്യും, പ്രിഫർ ചെയ്യും. ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ അല്ല നമ്മൾ എന്നും ഫേസ് ചെയ്യുന്നത്, ആണോ? ഒരിക്കലും അല്ല. നമ്മൾ ദിവസവും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ അല്ല. പകരം എന്താണ്? സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളാണ് നമ്മൾ എല്ലാ ദിവസവും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ ഫസ്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നത്? അതൊരു ചോദ്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെയും നമ്മൾ എക്സാമ്പിളുകളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരു സാധാരണ ദിവസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാധാരണ സംഭവത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ റൂള് അപ്ലൈ ചെയ്യുക? ഒരു എക്സാമ്പിളുകളിലൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളൊരു ഫാമിലി പേഴ്സൺ ആണ്, ഒരു ഫാമിലി മാൻ ആണ്. ഇതിൽ പറയുന്ന എക്സാമ്പിളാണ്. നിങ്ങളൊരു ഫാമിലി മാൻ ആണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുകയാണ് വൈകുന്നേരം. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിച്ചു, എൻ്റെ ലൈഫ് കുറച്ച് നാളായിട്ട് എന്താ പറയുക, ഒരു ട്രാക്കിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നന്നായിട്ട് എക്സർസൈസ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി, ജങ്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, എൻ്റെ സ്ലീപ്പ് റുട്ടീൻ ശരിയാവുന്നില്ല. അപ്പം ബേസ് ആയിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ ഞാൻ എന്ത് ചെയ്യാൻ പോണു? ഞാൻ ആദ്യമായിട്ട് ജങ്ക് ഫുഡുകൾ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഡിന്നറിൽ എന്താ ചെയ്യാൻ പോണേ? ഞാൻ സൂപ്പ് കഴിക്കാൻ തീരുമാനിച്ചു. ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് കഴിക്കാൻ തീരുമാനിച്ചു. ഇത് തീരുമാനം 1. രണ്ടാമത്തെ തീരുമാനം എന്താണ്? രണ്ടാമത്തെ തീരുമാനം, ഞാൻ ഇന്ന് നേരത്തെ ഉറങ്ങും. 9:30ക്കും 10 മണിക്കുള്ളിൽ ഞാൻ ഉറങ്ങാൻ പോകും. ഇതെൻ്റെ രണ്ടാമത്തെ തീരുമാനം. പ്രധാനമായിട്ടും ഈ 2 തീരുമാനം. മൂന്നാമതൊരു തീരുമാനം എടുത്തു. ഞാൻ നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. 5 o'clock അല്ല 5:30ക്ക് എഴുന്നേറ്റ് ഞാൻ വർക്കൗട്ട് ചെയ്യും, ഞാൻ എക്സർസൈസ് ചെയ്യും. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനത് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുന്ന നിമിഷമാണ് എൻ്റെ പേരൻസ് വന്നിട്ട് പറയണത്, ഇന്ന് വൈകുന്നേരം ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകുമോ? ഇന്ന് വൈകുന്നേരം ഞങ്ങളെ പുറത്ത് കൊണ്ടുപോയി ഞങ്ങൾക്ക് വെജിറ്റേറിയൻ ഫുഡ് മേടിച്ച് തരാമോ? ഹോട്ടലിൽ നിന്ന് നല്ല വെജിറ്റേറിയൻ ഫുഡ് മേടിച്ച് തരാമോ എന്ന് ചോദിച്ചു. ഈ സമയം തന്നെ വൈഫ് വന്നിട്ട് പറഞ്ഞു, ഇന്ന് നമുക്ക് ഫുഡ് കോർട്ടിൽ പോകാം. നമുക്കൊരു മോളിൽ പോയിട്ട് ഫുഡ് കോർട്ടിൽ പോയി എനിക്ക് ചൈനീസ് ഫുഡ് കഴിക്കണം. ചൈനീസ് ഫുഡ് കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് നമുക്കൊരുമിച്ച് പുറത്ത് പോയി ചൈനീസ് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് അപ്പോഴത്തേക്കും അവരൊരു സൊല്യൂഷനും പറഞ്ഞു, നമ്മൾ ഫുഡ് കോർട്ടിൽ പോയാൽ അവിടെ വെജിറ്റേറിയൻ ഫുഡും കിട്ടും, ചൈനീസ് ഫുഡും കിട്ടും. അപ്പം പേരൻസിനുള്ളതുമായി ഇനി വൈഫിനുള്ളതുമായി. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണ്. ഇവിടെ തീർച്ചയായിട്ടും സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കുക? സാധാരണഗതിയിൽ സംഭവിക്കുക, നമ്മൾ തീർച്ചയായിട്ടും ഇവരോടൊപ്പം പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോവുക മാത്രമല്ല, ഇത്തരത്തിലുള്ള നമ്മൾ അവിടെ പോയി സൂപ്പ് മാത്രമായിരിക്കും കഴിക്കുക. പക്ഷേ തിരിച്ചെത്തുമ്പോഴത്തേക്കും എങ്ങനെയായാലും ഒരു 11:30-12 മണിയാവും നമ്മൾ തിരിച്ചെത്തുമ്പോൾ. പിറ്റേ ദിവസത്തെ നമ്മുടെ റുട്ടീനും ഉറപ്പായിട്ടും തകരാറിലാവും. അപ്പം ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ
ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മുടെ ചേതൻ ഭഗത് പറയുന്നത്? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് ഇളകരുത്. പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. പേരൻസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, വൈഫിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അവർക്ക് രണ്ടുപേർക്കും ലോങ് ടേം ഗോളുകളൊന്നുമില്ല. അവർ പെട്ടെന്ന് അങ്ങനെ ഒരു പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി പറഞ്ഞതാ. അല്ലാണ്ട് അതൊരു വളരെ തോട്ട് ഔട്ട് ആയിട്ടുള്ള ഒരു പ്ലാൻ ഒന്നും അല്ല അവർക്ക്. പെട്ടെന്നൊരു ഗ്രാറ്റിഫിക്കേഷന് കിട്ടണം, അതിനൊന്ന് പുറത്തു പോകണം, ഫുഡ് കഴിക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഒരു ലോങ് ടൈം ആയിട്ടുള്ളൊരു പദ്ധതി പ്ലാൻ ചെയ്യുകയാണ്. ഇനിയുള്ള ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി, നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി, എക്സർസൈസ് ചെയ്യാൻ വേണ്ടി, നല്ല സ്ലീപ്പ് റൂട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പ്ലാൻ ചെയ്യാണ്. ഇവിടെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? അത് എത്ര അടുത്ത മനുഷ്യരായിക്കൊള്ളട്ടെ, പേരൻസ് ആയിക്കൊള്ളട്ടെ, വൈഫ് ആയിക്കൊള്ളട്ടെ, കുട്ടികളായിക്കൊള്ളട്ടെ, സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, ഇവരുടെ ആരുടെയും കമ്പൽഷന് നമ്മൾ വഴങ്ങിക്കൊടുക്കരുത്. ഇതാണ് പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. ഇത് കുറച്ച് ക്രൂരമല്ലേ എന്ന് തോന്നാം. ക്രൂരമല്ല. എന്തുകൊണ്ട് ക്രൂരമല്ല? നമ്മൾ ഒരു ദിവസം അങ്ങനെ വഴങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തോൽപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ്. പിന്നീട് രണ്ടാമതൊരിക്കൽ കൂടെ നമ്മൾ ഈ ഡിസിഷൻ എടുക്കുമ്പോൾ ആദ്യത്തെ തോറ്റതിൻ്റെ മെമ്മറി അവിടെ കിടക്കും. നമുക്ക് എടുത്ത് നടപ്പാക്കാൻ പറ്റാതെ പോയതിൻ്റെ മെമ്മറി അവിടെ കിടക്കും. അതുകൊണ്ട് രണ്ടാമത്തെ തവണയും നമുക്ക് ആ തീരുമാനം എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എന്ത് ചെയ്യും? മെല്ലെ മെല്ലെ നമ്മൾ ഇവരുടെ കൂടെ ഈ ലൈഫിലേക്ക് പതുക്കെ പോകും. നല്ല ഫുഡ് കഴിക്കുക, എക്സർസൈസ് ചെയ്യാതിരിക്കുക, രാത്രിയിൽ ലേറ്റായിട്ട് കിടക്കുക, ലേറ്റായിട്ട് എഴുന്നേൽക്കുക എന്നുള്ള ഒരു തെറ്റായ ലൈഫ് പാറ്റേണിലേക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒബീസാകും. നമുക്ക് ഇല്ലാത്ത രോഗങ്ങളെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെല്ലാം നമുക്ക് വരും. ടൈപ്പ് 2 ഡയബറ്റിക് തുടങ്ങി എല്ലാ അസുഖങ്ങളും നമ്മളിലേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പം ഈ അച്ഛനെയും അമ്മയ്ക്കും നോക്കാൻ പോലും നമുക്കുള്ള ആരോഗ്യം ഇല്ലാതെയായി പോകും. ഇവർക്ക് കൊടുക്കാവുന്ന ഒരു ധൈര്യം കൊടുക്കാനുള്ള ആരോഗ്യം പോലും നമുക്കില്ലാതായി പോകും. വൈഫിനെ സപ്പോർട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ആരോഗ്യം നമുക്കില്ലാതാവും. നമ്മുടെ കുടുംബ ബജറ്റ് തന്നെ താളം തെറ്റും. നമുക്ക് അസുഖം വരുമ്പോൾ അതിന് ചികിത്സിക്കണമെങ്കിൽ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുമ്പോൾ അതിനെ ചികിത്സിക്കാൻ നമ്മുടെ കുടുംബത്തിന്റെ ബഡ്ജറ്റ് തന്നെ താളം തെറ്റുന്നു. നമ്മുടെ ഒരു ദിവസത്തെ തോൽവി നമ്മുടെ മുഴുവൻ ജീവിതത്തിലെയും തോൽവിയായി മാറുകയാണ് അവിടെ. അതുകൊണ്ടാണ് പറയണത് പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങളുടെ പദ്ധതി, നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ട്, ഒരു ലോങ് ടൈം പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ്ങിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കരുത്. അതിന് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കൊണ്ടുവരുന്ന കാര്യങ്ങളോട് നമ്മൾ നോ പറഞ്ഞുകൊണ്ട് പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. ഇതൊരു എക്സാമ്പിളാണ്. ഇത്തരത്തിലാണ് നമ്മൾ ഈ കാര്യത്തെ മനസ്സിലാക്കേണ്ടത്. ചേതൻ ഭഗത് ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഇദ്ദേഹം ബാങ്കിൽ ഉയർന്ന ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹം ഇന്ത്യക്ക് അകത്തും പുറത്തും എല്ലാം ജോലി ചെയ്ത് അവസാനം ബോംബെയിലാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ബാങ്ക് മാനേജറായിട്ട്. നന്നായിട്ട്, അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ അദ്ദേഹം ഏൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? എഴുത്തിലേക്ക് തിരിയുന്നത്. അപ്പോൾ എഴുത്തിൽ നിന്ന് അദ്ദേഹം ജസ്റ്റ് ഏൺ ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ ഏണിംഗ് അല്ല അദ്ദേഹത്തെ ആകർഷിച്ചത്. എഴുത്ത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബാങ്കിങ് സെക്ടറായിട്ട് നോക്കുമ്പോൾ എഴുത്തിൽ നിന്ന് അദ്ദേഹത്തിന് ശരിക്കും ഒന്നും കിട്ടിയിരുന്നില്ല. ഒന്നും അത്ര വലിയ ലാഭം അല്ലെങ്കിൽ അത്ര വലിയൊരു റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. മോണിറ്ററി ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഒന്നും ഇല്ല. പക്ഷെ അദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യം, വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ടായി. അദ്ദേഹത്തിന്റെ കഴിവുകളെല്ലാം പുറത്തെടുക്കാൻ സാധിക്കുന്നു. ഇത് എഴുതി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു നിറവനുഭവിക്കാൻ സാധിക്കുന്നു. ഒരുപാട് മനുഷ്യരിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇവഞ്ച്വലി അദ്ദേഹം ജോലി റിസൈൻ ചെയ്യാണ്, ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്യാണ്. ഇദ്ദേഹം റിസൈൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സർക്കിളിൽ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സർക്കിളിൽ, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സർക്കിളിൽ ഒരു വലിയ ഇളക്കം, വലിയൊരു ഓളം സൃഷ്ടിച്ചു. എല്ലാവരും ഇദ്ദേഹത്തെ ഫോൺ ചെയ്യുന്നു, ഇദ്ദേഹത്തെ കാണാൻ വരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഇത്രയും നല്ലൊരു ജോലി റിസൈൻ ചെയ്തിട്ട് എന്താണ് ചെയ്യാൻ പോണത്? അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ പാഷനെ പിന്തുടരാൻ പോവാണ്, ഞാൻ എൻ്റെ സ്വപ്നത്തെ പിന്തുടരുകയാണ്. എനിക്ക് എഴുതണം, എനിക്ക് മനുഷ്യരിലേക്ക് ചെല്ലണം, മനുഷ്യരിലേക്ക് എൻ്റെ എഴുത്തിലൂടെ, എൻ്റെ ആശയങ്ങളിലൂടെ എനിക്ക് മനുഷ്യരിലേക്ക് എത്തണം. അപ്പോൾ അവർ ചോദിച്ചു, അതൊക്കെ, പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ഇതാണ് അവരുടെ ലോജിക്കൽ ബ്രെയിൻ ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ എത്ര കിട്ടുമെന്ന് നോക്കിയിട്ടല്ല, ഇതിൽ നിന്ന് എത്ര മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് നോക്കിയിട്ടല്ല ഞാൻ ഈ ഡിസിഷൻ എടുത്തത്. ഞാൻ എൻ്റെ ഹൃദയത്തോട് ചോദിച്ചിട്ടാണ് ഈ ഡിസിഷൻ എടുത്തത് എന്ന് തൽക്കാലം അവരോട് പറഞ്ഞു. അവർ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും അല്ലെങ്കിലും അവർ മടങ്ങിപ്പോയി.
അവരോട് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഈ ചോദ്യം ഒരു വല്ലാത്ത ചോദ്യമായിരുന്നു. ഇവിടെ അദ്ദേഹത്തിനെ പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല ഫസ്റ്റ്. പകരം ഇവരുടെ ചോദ്യം അദ്ദേഹത്തെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങി. ശരിക്കും എനിക്ക് എത്ര കിട്ടും? ശരിക്കും ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ എനിക്ക് കൈ നിറച്ച് പൈസ ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് അങ്ങനെ കിട്ടുന്നുണ്ടോ? ഇല്ല. അതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു? അവർ പറഞ്ഞ ആ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി പിന്നീട് ജീവിക്കാൻ തുടങ്ങി. അദ്ദേഹം തന്നെ പറഞ്ഞു, നമ്മൾ ഈ കാണുന്ന ചേതൻ ഭഗത്തിനെ കണ്ടു തുടങ്ങുന്നത് ഒരു 10 കൊല്ലം മുമ്പാണ്. ശരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് 10-15 കൊല്ലം മുമ്പാണ്. ആ സമയത്ത് ഇതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹം പരിഭ്രാന്തനായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യാത്തതൊന്നുമില്ല. എല്ലാ TV ഷോയ്ക്കും അദ്ദേഹം പോകും. ഈവൻ റിയാലിറ്റി ഷോയ്ക്ക് വരെ അദ്ദേഹം പോയി. അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഇപ്പം സ്വയം പരിഹസിക്കുന്നുണ്ട്. ദൈവമേ, ഞാൻ റിയാലിറ്റി ഷോയ്ക്ക് വരെ പോയല്ലോ, എന്തിനാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അദ്ദേഹം ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത്. എന്നിട്ട് കോളേജുകളിലും അതുപോലെ ഗ്യാതറിങ്ങുകളിലും ക്ലബ്ബുകളിലും എല്ലാം അദ്ദേഹം പോയി സംസാരിക്കും. എല്ലാ മനുഷ്യരോടും പോയി സംസാരിക്കും. ടൗൺ ഹാളിലും എല്ലായിടത്തും പോയി സംസാരിച്ചുകൊണ്ടിരിക്കും. TV ഷോസ്, ഈവൻ സിനിമാക്കാരുമായിട്ട് എഗ്രിമെന്റുകൾ ഒപ്പിടുന്നു. അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്യുന്നു. പുതിയ ടെലിവിഷൻ ഷോയ്ക്ക് എഗ്രിമെന്റ് ഒപ്പിടുന്നു. അങ്ങനെ അദ്ദേഹം പറയാ, എനിക്ക് ഉറങ്ങാൻ സമയമില്ല, എനിക്ക് മറ്റൊന്നിനും സമയമില്ല. ഏൺ ചെയ്യുക എന്നുള്ളതായി മാറി എൻ്റെ ഞാൻ അതിനെ ഒരു മാനിയ പോലെയായി എനിക്ക്, ഏണിങ്ങിന് വേണ്ടി. അതായത് ഞാൻ ബാങ്കിൽ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മന്ത്ലി ഇൻകം അല്ലെങ്കിൽ ആനുവൽ ഇൻകത്തെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഉറക്കവും ഊണും ഉപേക്ഷിച്ച് പറന്നു നടന്നു, ഇന്ത്യക്കകത്തും പുറത്തും. അദ്ദേഹം പറയുക, ഇന്ത്യക്കകത്തും പുറത്തും എൻ്റെ മുഴുവൻ ലൈഫും ഫ്ലൈറ്റിലായിരുന്നു, കാറിലായിരുന്നു. അങ്ങനെ ഞാൻ ജങ്ക് ഫുഡ് കഴിച്ചു, ഞാൻ ഒബീസായി, ഞാൻ ഫാറ്റിയായി, എൻ്റെ ഉറക്കം നഷ്ടമായി. പക്ഷെ എൻ്റെ അക്കൗണ്ടിൽ പൈസ കുമിഞ്ഞുകൂടി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഞാനൊരു വലിയ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് COVID-19 എന്ന് പറയുന്ന പാൻഡമിക് വരികയും ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ആവുകയും ചെയ്തു. അതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ TV ഷോ നിന്നു, ഇദ്ദേഹത്തിൻ്റെ മറ്റ് ലൈവ് ഷോ എല്ലാം നിന്നു, ഫിലിം ഇൻഡസ്ട്രി നിന്നു. എല്ലായിടത്തും ഒരു ഹോൾട്ട് ഉണ്ടായി. എല്ലാവരും ഒരു ലൈഫ് തന്നെ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായി. എല്ലാവരും സ്വയം വീട്ടിനുള്ളിലിരുന്ന് അവനവനുള്ളിലേക്ക് തിരിയാൻ തുടങ്ങി. താൻ എന്താണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. നമ്മുടെ ചേതനും അതുപോലെ അന്വേഷിച്ചു. ആക്ച്വലി ഞാൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഇത്രയും നാളെ എന്താണ് ചെയ്തു കൂട്ടിയത്? ഞാൻ എൻ്റെ പാഷൻ്റെ പിന്നാലെ അല്ല, പകരം ഞാൻ എന്തിൻ്റെ പിന്നാലെയായിരുന്നു? പേരിനും പണത്തിനും, പ്രശസ്തിക്കും പണത്തിനും പുറകെ ഞാൻ പായുകയായിരുന്നു എന്ന് അദ്ദേഹം റിയലൈസ് ചെയ്യുകയാണ്. തനിക്കിപ്പം എന്തായാലും ആവശ്യത്തിലേറെ പൈസ ആയി കഴിഞ്ഞു, താനൊരു മില്യനർ ആയി കഴിഞ്ഞു. അദ്ദേഹം പറയാ, ഇനി എന്തായാലും ഞാൻ മറ്റുള്ളവരുടെ കയ്യിലെ ഒരു അഭിപ്രായത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി ജീവിക്കുന്നത് ഞാൻ ഈ നിമിഷം നിർത്തുകയാണ്. അദ്ദേഹം ആ COVID-19 സമയത്ത് ഉള്ള ഒരു ധ്യാനമാണ് അദ്ദേഹത്തിൻ്റെ. ഞാൻ ഈ വാലിഡേഷന് വേണ്ടിയുള്ള ലൈഫ് നിർത്തുന്നു, ഞാൻ എൻ്റെ ധൃതി പിടിച്ച ജീവിതത്തിന് വിരാമമിടുന്നു. ഇനി മുതൽ ഞാൻ എഴുതുന്നതും ഞാൻ പറയുന്നതും എൻ്റെ ഒരേ ഒരു ഉദ്ദേശം മറ്റുള്ള മനുഷ്യരെ സഹായിക്കുക, മറ്റുള്ള മനുഷ്യരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലായിരിക്കും. അതാണ് എൻ്റെ റിയൽ പാഷൻ, ടു ഹെൽപ്പ് അതേഴ്സ്. റിട്ടേണിനെ കുറിച്ച് ഞാൻ ഇനി ഒരിക്കലും കംപ്ലൈൻറ്റ് പറയില്ല. റിട്ടേണിനെ കുറിച്ച് ഞാൻ ഇനി ഒരിക്കലും ചിന്തിക്കില്ല. എത്ര പൈസ വരുന്നു എന്നുള്ളതിന് ഇനി ഞാൻ നോക്കുകയില്ല. എന്തൊക്കെ പേരും പ്രശസ്തി എനിക്കുണ്ട് എന്ന് ഞാൻ ഗൗനിക്കുന്നതേയില്ല. മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകാൻ വേണ്ടി, എന്നെ തന്നെ സംതൃപ്തമാക്കാൻ വേണ്ടി ഞാൻ ഇനി മുതൽ എഴുതും. എഴുത്താണ് എൻ്റെ പ്രധാന മേഖല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ജീവിതത്തെ റീഡിഫൈൻ ചെയ്ത് പുതിയൊരു ലൈഫ് കൊണ്ടുവന്നു. അവിടെ ഇപ്പോൾ അദ്ദേഹം എന്താണ്? അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യുന്നതിനെക്കുറിച്ച് അദ്ദേഹം പേടിക്കുന്നേയില്ല. മറ്റുള്ളവർ ഇപ്പോഴും അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവാം. മനുഷ്യരുടെ ബേസിക് സ്വഭാവമാണ് ജഡ്ജ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്താലും ജഡ്ജ്മെന്റ് പുറകെ വരും. ഇപ്പം അദ്ദേഹം അതിനെക്കുറിച്ച് വറി ചെയ്യുന്നേയില്ല. ഇപ്പം അദ്ദേഹം എന്താണ് ഇതിൻ്റെ ഔട്ട്കം എന്നുള്ളതിനെക്കുറിച്ച് വറി ചെയ്യുന്നേയില്ല. കർമ്മഫലത്യാഗമെന്ന് ഭഗവത്ഗീതയെ പറയുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ ഭഗത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് പുട്ടിങ് യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ആശയം മനസ്സിൽ കിട്ടി. എവിടെയാണ് ഇത് പ്രയോഗിക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഈ പറയുന്ന 3 എക്സാമ്പിളുകൾ, ഫ്ലൈറ്റിൻ്റെ എക്സാമ്പിളും നമ്മൾ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ പോയ എക്സാമ്പിളും ചേതൻ ഭഗത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ആയപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു
ആശയമായി ധാരണ. ഇനി ബാക്കി നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? അതിനെ കാർവ് ചെയ്ത് എടുക്കണം. നമ്മുടേതായ രീതിയിൽ ഈ നോളജിനെ മാറ്റിയെടുക്കണം, നമ്മുടെ വിസ്ഡമായിട്ട് മാറ്റിയെടുക്കണം. നെക്സ്റ്റ് സീക്രട്ട്. നമ്മൾ അടുത്ത സീക്രട്ടിലേക്ക് പോവുകയാണ്. അടുത്ത സീക്രട്ട് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ചുകൂടെ കോറിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. എന്താണ് ചേതൻ പറയുന്ന അടുത്ത സീക്രട്ട്? അദ്ദേഹം പറയുന്നു, ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് വളരെ വളരെ ഇത് നമ്മൾ വളരെ പ്രോആക്റ്റീവായിട്ട് ലൈഫിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നോ ചീപ്പ് ഡോപ്പമൈൻ. എന്താണ്? നോ ചീപ്പ് ഡോപ്പമൈൻ. ഈ ഒരൊറ്റ ശീലം മതി, നമ്മുടെ ലൈഫ് തന്നെ മാറും, ഒരു സംശയം വേണ്ട. ഈ ഒരൊറ്റ റൂള് നമ്മൾ ജീവിതത്തിൽ പാലിച്ചാൽ, ഈ ഒറ്റ സീക്രട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന സീക്രട്ട് നമ്മൾ ലൈഫിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ഹോൾ ലൈഫ് മാറും. ഇതുവരെ പറഞ്ഞതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഗംഭീരമായിട്ടുള്ള ഒരു റൂൾ. എന്താണ് ഡോപ്പമൈൻ? ഡോപ്പമൈൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, ഒരു ഹോർമോൺ ആണ്. എപ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്? സന്തോഷം ഉണ്ടാകുമ്പോഴാണ് ഡോപ്പമൈൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഡോപ്പമൈൻ ഉണ്ടാകുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്. ഏത് രീതിയിലും പറയാം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ്. നമുക്കറിയാം, ഡോപ്പമൈൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ, പിന്നെ അഡ്രിനാലിൻ, ഇങ്ങനെ ഒരു 5 സംഗതികളാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. നമ്മളെ ത്രില്ലിംഗ് ആയിട്ട് ജീവിപ്പിക്കുന്നത് ഈ 5 തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ്. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഡോപ്പമൈൻ ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഡോപ്പമൈൻ ആണ്. ഡോപ്പമൈൻ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? ഡോപ്പമൈൻ ചെയ്യുന്ന ഒരു വലിയ കാര്യമുണ്ട്. എന്താണത്? നിങ്ങൾ ഒരു പശുവിൻ്റെ ചിത്രം മനസ്സിൽ കാണുക. പശുവിൻ്റെ ചിത്രം മനസ്സിൽ കാണുക. ഈ പശു എത്ര വലിച്ചിട്ടും മുമ്പോട്ട് പോകുന്നില്ല. പുറകിൽ നിന്ന് അടിച്ചു നോക്കി പോകുന്നില്ല, വലിച്ചു നോക്കി പോകുന്നില്ല. ഒടുവിൽ ആ പശുവിൻ്റെ ഓണർ ഒരു സൂത്രം ചെയ്തു. എന്താണ്? കുറച്ച് ഇല ഒരു കമ്പിൽ കെട്ടിയിട്ട് പശുവിൻ്റെ തലയ്ക്ക് മുകളിലൂടെ മുമ്പിൽ നിന്ന് തൂക്കിയിട്ടു. ഒരു ജസ്റ്റ് ഒരു ഇമേജ് ആയിട്ട് മനസ്സിൽ കണ്ടാൽ മതി. അങ്ങനെ ആ പശുവിന് ഏറ്റവും പ്രിയപ്പെട്ട കുറെ ഇലയും പഴവും മുമ്പിൽ തൂക്കിയിട്ടു. അപ്പൊ ഇലയും പഴവും എടുക്കാൻ വേണ്ടി പശു മുമ്പോട്ട് നടക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ പഴവും ഇലയും മുമ്പോട്ട് പോകും. പശു അത് എടുക്കാൻ വേണ്ടി വീണ്ടും മുമ്പോട്ട് നടക്കും. ഇത് വീണ്ടും മുമ്പോട്ട് പോകും. അങ്ങനെ പശു ഇതിനെ ചേസ് ചെയ്യാൻ തുടങ്ങി, പശു മുമ്പോട്ട് പോകാൻ തുടങ്ങി. ഇതാണ് ആ ഒരു ഇമേജ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ കാണേണ്ടത്. ഇവിടെ ആ ഇലയും ആ പഴവും എന്ന് പറയുന്നതാണ് ഡോപ്പമൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള മോട്ടിവേഷൻ കൊണ്ടുവരുന്നത് ആരാണ്? എനിക്ക് ജീവിക്കണം എന്നുള്ള തോന്നൽ, എനിക്ക് കൂടുതലായിട്ട് ജീവിക്കണം, ഇനിയും എനിക്ക് ലൈഫ് വേണം, ഐ വാണ്ട് മോർ ഓഫ് ഇറ്റ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആരാണ്? ഡോപ്പമൈനാണ്. നമ്മുടെ ഡോപ്പമൈൻ, നമ്മുടെ ബ്രെയിനിലുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. മോർ ഓഫ് ഇറ്റ്, ഐ വാണ്ട് മോർ ഓഫ് ഇറ്റ്, ഐ വാണ്ട് മോർ ഓഫ് ഇറ്റ്. ഇങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് ഡ്രൈവ്, നമ്മുടെ ബേസിക് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡോപ്പമൈനാണ്. ഈ ഡോപ്പമൈൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഒരു റിവാർഡ് സിസ്റ്റമാണ്. നമ്മളൊരു കാര്യം ചെയ്താൽ അതിൻ്റെ റിവാർഡായിട്ട് നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ആണ് ഡോപ്പമൈൻ കൊണ്ടുവരുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്ക് മറ്റൊരു ഫംഗ്ഷൻ ഉള്ളത്, ഇത് മയക്കുമരുന്ന് പോലെയാണ്. മയക്കുമരുന്ന് പോലെ ഇത് വർക്ക് ചെയ്യും. സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ നമുക്കിത് ദോഷമായി തീരും. നന്നായിട്ട് ഉപയോഗിച്ചാൽ ഇതായിരിക്കും നമ്മളുടെ ഏറ്റവും നല്ല മോട്ടിവേഷൻ. പിന്നെ നമുക്ക് പുറത്തുനിന്നൊരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. ഇവിടെയാണ് ഡോപ്പമൈൻ ഡേഞ്ചറസ് ആവുന്നത്, അറ്റ് ദ സെയിം ടൈം ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു റിസോഴ്സ് ആവുന്നത്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന്. പക്ഷെ സൂക്ഷിച്ചുപയോഗിക്കണം. സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആണ്, വളരെ ഡേഞ്ചറസ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഡോപ്പമൈൻ വർക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഡോപ്പമൈൻ എപ്പോഴാണ് ഡോപ്പമൈൻ അപകടകാരിയാകുന്നത്? അപകടകാരിയായ ഡോപ്പമൈന് പറയുന്ന പേരെന്താണ്? ചീപ്പ് ഡോപ്പമൈൻ. എന്താണ് ചീപ്പ് ഡോപ്പമൈൻ എന്നുള്ളത്?
ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ചീപ്പ് ഡോപ്പമൈൻ ഉള്ളത് കൊണ്ടാണ് ഈ ലോകത്ത് പലതരത്തിലുള്ള മനുഷ്യരുണ്ടായത്. ചീപ്പ് ഡോപ്പമൈനും അല്ലാത്ത ഡോപ്പമൈനും ഉള്ളത് കൊണ്ടാണ് ഈ ലോകത്ത് വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഉണ്ടായത്. പണമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടായത്. അറിവുള്ളവരും ഇല്ലാത്തവരും ഉണ്ടായത്. അതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് ഈ ചീപ്പ് ഡോപ്പമൈനും അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പ്രഷ്യസോ, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് ഏൺഡ് ഡോപ്പമൈൻ എന്നാണ്. അങ്ങനെ ചീപ്പ് ഡോപ്പമൈനും അതല്ലാത്ത ഡോപ്പമൈനും ഉള്ളത് കൊണ്ടാണ് ഈ ലോകത്ത് പലതരത്തിൽ പല ക്ലാസ് ആയിട്ട് ആളുകൾ മാറി നിൽക്കുന്നത്. എന്താണ് ചീപ്പ് ഡോപ്പമൈൻ? ചീപ്പ് ഡോപ്പമൈൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, നമുക്ക് സുഖം കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം ഡിസയർ പ്ലസ് എന്താണ്? എഫേർട്ട് പ്ലസ് പേഷ്യൻസ്. ഇതാണ് എന്ത്? ഹാപ്പിനെസ്സിന് മുമ്പുണ്ടാവേണ്ട ഇക്വേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഹാപ്പിനെസ്സിന് മുമ്പായിട്ട് വരേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിസയർ ചെയ്യണം, എഫേർട്ട് ഇടണം, ബി പേഷ്യൻറ്റ്. കാര്യം നമ്മൾ കാത്തിരിക്കണം, ഗ്രേസ്ഫുൾ ആയിട്ട് വെയിറ്റ് ചെയ്യണം. ഇത് മൂന്നും ചേരുമ്പം നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകും. നമ്മൾ അച്ചീവ് ചെയ്യും. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതിന് അച്ചീവ് ചെയ്യും. അങ്ങനെ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടതാണ് എന്ത്? ഡോപ്പമൈൻ. നമുക്ക് കിട്ടേണ്ട റിവാർഡാണ് ഡോപ്പമൈൻ, ദ റിയൽ ഡോപ്പമൈൻ. വാട്ട് ഈസ് ചീപ്പ് ഡോപ്പമൈൻ ദെൻ? അപ്പോൾ എന്താണ് ചീപ്പ് ഡോപ്പമൈൻ? റിയൽ ഡോപ്പമൈൻ ഇതാണെങ്കിൽ ചീപ്പ് ഡോപ്പമൈനെ കിട്ടാൻ ഇതിൽ നിന്ന്, ഈ ഇക്വേഷനിൽ നിന്ന് 2 സ്ഥാനം നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 2 എണ്ണം ഇവിടുന്ന് സ്ട്രൈക്ക് ചെയ്താൽ ഇത് ചീപ്പ് ഡോപ്പമൈനായി. എന്താണ് 2 എണ്ണം സ്ട്രൈക്ക് ചെയ്യേണ്ടത്? ഡിസയർ അവിടെ ഉണ്ട്, പ്ലസ് എന്തുണ്ട്? എഫേർട്ട്. എഫേർട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? സ്ട്രൈക്ക് ചെയ്തു. എഫർട്ട് ഇടാൻ വയ്യ. ഡിസയർ ഉണ്ട്, എഫർട്ട് ഇല്ല. ദെൻ അടുത്തത് എന്താണ്? പേഷ്യൻസ്, കാത്തിരിക്കുക, ക്ഷമ, നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. ഈക്വൽ എന്താണ്? സുഖം, ഹാപ്പിനെസ്, അല്ലേ? അപ്പൊ ഡിസയർ സമം ഹാപ്പിനെസ് എന്ന് നമുക്ക് എന്ത് കിട്ടിയോ, നമ്മൾ ആഗ്രഹിച്ച ഉടനെ നമുക്ക് എന്ത് സുഖം കിട്ടിയോ, ഓർത്തോ അത് നമുക്കുള്ള പാരയാണ്. അത് ചീപ്പ് ഡോപ്പമൈൻ ആണ്. ഈ പറയുന്ന വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. നമ്മൾ ആഗ്രഹിച്ച ഉടനെ നമുക്ക് എഫർട്ട് ഇടാതെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു ഗ്രാറ്റിഫിക്കേഷൻ കിട്ടി, ഹാപ്പിനെസ് കിട്ടി എന്ന് വെച്ചാൽ അപ്പോൾ വിചാരിച്ചോ നമ്മളൊരു ലൂപ്പിൽ വീഴാൻ പോകുന്നു. നമ്മളെ കാത്തൊരു വലിയ ലൂപ്പ് അവിടെ കാത്തിരിക്കുന്നു. നമ്മുടെ ഗ്രോത്ത് അവിടെ നിന്നു. ഡിസയർ പ്ലസ് എഫേർട്ട് പ്ലസ് പേഷ്യൻസ് സമം ഹാപ്പിനെസ് പ്ലസ് ഗ്രോത്ത്. ഇതാണ് റിയൽ ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? ഡിസയർ പ്ലസ് എഫേർട്ട് പ്ലസ് പേഷ്യൻസ് ഈക്വൽസ് ഹാപ്പിനെസ് പ്ലസ് ഗ്രോത്ത്. വളർച്ച ഉണ്ടാവും. ഇവിടെ എന്താ ഉണ്ടായേ? ഡിസയർ ഈക്വൽസ് ഹാപ്പിനെസ് പ്ലസ് സ്റ്റാഗ്നേഷൻ. സ്റ്റാഗ്നേഷൻ പോലും അല്ല, താഴോട്ടാ പോകുന്നത്. നമ്മൾ തീർന്നു, നമ്മുടെ ലൈഫ് അവിടെ തീർന്നു. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ചീപ്പ് ഡോപ്പമൈൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ചീപ്പ് ഡോപ്പമൈൻ എന്തൊക്കെയാണ്? നമ്മൾ ആഗ്രഹിച്ചാൽ ഉടൻ നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു എക്സാമ്പിൾ പറയൂ. ആഗ്രഹിച്ചാൽ ഉടൻ തന്നെ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. എന്താണ്? ഫുഡ് ഒരു പ്ലഷറായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ, ഫുഡ് നമ്മുടെ നീഡല്ല, നീഡ് ഓഫ് ദ അവർ അല്ല, പിന്നെ അതൊരു പ്ലഷർ സോഴ്സ് ആയിട്ടാണ് ഫുഡിനെ കാണുന്നതെങ്കിൽ അതെന്താണ്? ദാറ്റ് ഈസ് എ ചീപ്പ് ഡോപ്പമൈൻ. കാര്യം അവിടെ നിങ്ങളുടെ ഡിസയർ മാത്രമേ ഉള്ളൂ. നേരെ ഫ്രിഡ്ജിൽ പോവുക, അല്ലെങ്കിൽ നേരെ അടുക്കളയിൽ കയറുക, നേരത്തെ മേടിച്ച് സ്റ്റോർ ചെയ്തിരിക്കുന്ന കുക്കീസോ അതുമല്ലെങ്കിലോ ചിപ്സോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് സ്നാക്ക് ചെയ്യുക, കഴിക്കുക. ഇങ്ങനത്തെ ഒട്ടും ഹെൽത്തി അല്ലാത്ത ഫുഡ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കും. അതായത് ടേസ്റ്റ് എപ്പോഴും ഹെൽത്തി അല്ലാത്ത ഫുഡിനാണ് കേട്ടോ, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. അത്തരത്തിലുള്ള ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കും. ഐസ്ക്രീം, ഷുഗറി ഫുഡ്സ്, ജങ്ക് ഫുഡ്സ്, ഇതെല്ലാം പ്ലഷർ കിട്ടും, ഇൻസ്റ്റന്റ് ആയിട്ട് പ്ലഷർ കിട്ടും. ഡിസയർ ചെയ്താൽ മാത്രം മതി. അടുക്കളയിൽ പോവുക, എടുക്കുക, കഴിക്കുക. ഇതിങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്.
അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല വർക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മളുടെ ബ്രെയിൻ ഇവോൾവ് ചെയ്ത് വന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെയാണ്. ഈ ലക്ഷക്കണക്കിന് വർഷം നമ്മൾ എവിടെയായിരുന്നു? കാട്ടിലായിരുന്നു. കാട്ടില് നിങ്ങൾക്കറിയാം, ഫുഡ് കിട്ടണമെങ്കിൽ നമ്മൾ എത്ര യാത്ര ചെയ്യേണ്ടി വരും? ഇനി നമ്മൾ വെജിറ്റേറിയൻ ആണെന്ന് ഇരിക്കട്ടെ, പഴം കഴിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണെങ്കിലും നമ്മൾ കാട്ടിൽ പോയി നോക്ക്, ഏത് മരത്തിലാ പഴമുള്ളേ? ഒരു മരത്തിലും പഴമില്ല. കാട്ടിലൂടെ നടന്നു നോക്ക്, പഴമൊന്നും കിട്ടില്ല. വാഴയൊക്കെ കൃഷി ചെയ്തുണ്ടാക്കിയാലേ കിട്ടുള്ളൂ. ഇനി അഥവാ പഴം കിട്ടണ ഒരു മരം ഉണ്ടെന്നിരിക്കട്ടെ, കുരങ്ങന്മാർ അവിടെ ആദ്യത്തും, കിളികൾ അവിടെ ആദ്യത്തും, അണ്ണാൻ അവിടെ ആദ്യത്തും. അവര് കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിലേ നമുക്ക് കിട്ടൂ. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മരത്തിൽ കയറി പറിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അത് പറിച്ചുകൊണ്ട് സൂക്ഷിച്ചു വെക്കണം. അങ്ങനെയാണല്ലേ നമുക്ക് കിട്ടുള്ളൂ. കിഴങ്ങെടുക്കാൻ പോയാൽ എലിയായിരിക്കും ആദ്യം എടുക്കുക. എലി എടുത്തതിൻ്റെ ബാക്കിയേ നമുക്ക് കിട്ടുള്ളൂ. ഇനി അതും പോട്ടെ, നമ്മൾ വേട്ടയാടി കഴിക്കുന്ന മനുഷ്യനാണെങ്കിൽ അത് പറയാതിരിക്കുക ഭേദം. ഒരു മൃഗത്തെ വേട്ടയാടാൻ എന്തുമാത്രം മനുഷ്യൻ കഷ്ടപ്പെടണം എന്നറിയാം. നമ്മൾ കടുവയും സിംഹവും അല്ല. നമുക്ക് അവരുടെ സ്പീഡോ അവരുടെ മസിൽ പവറോ അവരുടെ ബൈറ്റ് ഫോഴ്സോ ഒന്നുമില്ല. നമ്മൾക്ക് വല്ല കല്ലോ വല്ല കൂർത്ത് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെയാണ് പിടിക്കുന്നത്, കൂട്ടം ചേർന്ന്. അങ്ങനെ പിടിച്ച് അതിനിടയ്ക്ക് നമുക്ക് എന്തുമാത്രം പരിക്ക് പറ്റും. അങ്ങനെ പിടിച്ച് കൊണ്ടുവന്ന് അതിനെ പാകം ചെയ്തെടുക്കുമ്പോഴത്തേക്കും വലിയൊരു എഫർട്ടായി. എന്നിട്ട് നിങ്ങൾ പണ്ടത്തെ ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ കാണാം, അവർ ഫുഡ് കഴിക്കുന്നത് എന്താണ്? ഒരു ആഘോഷമായിട്ടാണ്. ഈ ഗോത്ര മനുഷ്യരൊക്കെ ഫുഡ് കഴിക്കുന്നത് രാത്രിയിൽ വേട്ടയാടി പിടിച്ച മൃഗത്തിന്റെ മാംസം തീയിലിട്ട് ചുറ്റുമിരുന്ന് അവര് ആഘോഷിച്ച കഴിക്കുന്നത്. കാര്യം ഫുഡ് എന്ന് പറയുന്നത് ഒരു പ്ലഷറും കൂടെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് ഏൺ ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ പ്ലഷർ അവർക്ക് കിട്ടാൻ അവരെന്തുമാത്രം എഫേർട്ട് ഇട്ടു, എത്ര കാത്തിരുന്നു, അല്ലേ? നമ്മളെക്കാൾ എത്രയോ എവോൾവ്ഡ് ആണ് അവര്. ഒന്ന് ആലോചിച്ച് നോക്ക്. കാട്ടിലാണ് ജീവിക്കുന്നത്, പക്ഷെ നമ്മളെക്കാളും അവർക്ക് എഫർട്ട് ഇടാൻ അറിയാം, കാത്തിരിക്കാനും അറിയാം. കിട്ടിയത് ഉടനെ അവർ തിന്നോ? ഇല്ല. അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് അതിനെ പാകം ചെയ്താ ഭക്ഷിച്ചത്. നമുക്ക് ആ ക്ഷമയുണ്ടോ? നമുക്ക് ആ ക്ഷമയില്ല. നമുക്ക് വിശന്നാൽ നേരെ നമ്മൾ ഒന്നുകിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കും. ഇൻസ്റ്റന്റ് ആണ്, നമുക്കൊരു എഫേർട്ടും ഇടുന്നില്ല. ചീപ്പ് ഡോപ്പമൈൻ, മറ്റേത് ഏൺഡ് ഡോപ്പമൈൻ. ചീപ്പ് ഡോപ്പമൈൻ്റെ പ്രശ്നം. ചീപ്പ് ഡോപ്പമൈൻ ഇനി എക്സാമ്പിൾ വേണോ? ഫുഡ് തന്നെയാണ് മെയിൻ എക്സാമ്പിൾ. നമ്മുടെ ഡിസ്ട്രാക്ഷൻ നമ്പർ 1 അതാണ്. പിന്നെ ഡ്രിങ്കിങ് ആൻഡ് സ്മോക്കിംഗ്, അത് ചീപ്പ് ഡോപ്പമൈൻ ആണ്. ആളുകൾ എന്തെങ്കിലും പ്രഷർ വന്ന ഉടനെ സിഗരറ്റ്, അതല്ലെങ്കിൽ മദ്യം, അതല്ലെങ്കിൽ മയക്കുമരുന്ന്, അങ്ങോട്ട് പോവാണ്. ചീപ്പ് ഡോപ്പമൈൻ ആണ്. പിന്നെ സ്ക്രോളിങ്, സ്ക്രീൻ ടൈം, അല്ലേ? അത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. സ്ക്രോളിങ് ആൻഡ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ചീപ്പ് ഡോപ്പമൈൻ ആണ്. ശരിക്കും നമ്മളൊരു പർപ്പസ്ഫുള്ളി അല്ല അത് ചെയ്യുന്നത്, അല്ലേ? നമുക്കറിയാം, പർപ്പസ്ഫുള്ളി അല്ല നമ്മൾ ചെയ്യുന്നത്. പിന്നെ ആൺകുട്ടികളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പുരുഷന്മാർ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് അഡൽട്ട് കോണ്ടന്റ് ഉള്ള സൈറ്റുകളിൽ സ്ഥിരമായി പോകുന്നതാണ് പുരുഷന്മാർ ജീവിതത്തിൽ പരാജയപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ട് പുള്ളി പറയുന്നത്. അത് ചീപ്പ് ഡോപ്പമൈന് വേണ്ടിയിട്ടുള്ള, അവിടെ പുരുഷന്മാരെയും ആൺകുട്ടികളെയാണ് അദ്ദേഹം പ്രത്യേകം ഫോക്കസ് ചെയ്ത് പറയുന്നത്. പോർണോഗ്രാഫിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാഗ്നേഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. അദ്ദേഹത്തിന് പിന്നീട് കൂടുതൽ ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും. അപ്പം ഇതൊക്കെയാണ് ചീപ്പ് ഡോപ്പമൈൻ്റെ സോഴ്സുകൾ. പ്രധാനമായിട്ടും 4 സോഴ്സുകളാണ് അദ്ദേഹം പറയുന്നത്. ഇതല്ലാതെ ഉണ്ടാവാം, പക്ഷേ പ്രധാനമായിട്ട് ഇത് 4 പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ സമയം മൊത്തം എടുക്കുന്നത് ഇൻസ്റ്റയും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെയാണ്. നമ്മുടെ സ്ക്രീൻ ടൈം നോക്കിയാൽ നമുക്കതറിയാം. അതുപോലെ ഫുഡ്, ഷുഗറി ഫുഡും ജങ്ക് ഫുഡുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും കഴിക്കുന്നതും. അതൊരു ആഴ്ചയിൽ നമ്മൾ 4-5 തവണ കഴിക്കുന്നുണ്ട്. സാധാരണ ഒരു മനുഷ്യൻ അതിനെക്കുറിച്ച് അവയർനെസ് ഒന്നും ഇല്ലെങ്കിൽ 4-5 തവണ ഇത് തട്ടും. അത് ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ ചെയ്താലുള്ള പ്രശ്നത്തിന് ഉണ്ടാകുന്ന പേരാണ് ഡോപ്പമൈൻ ടോളറൻസ്. ചീപ്പ് ഡോപ്പമൈൻ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ആ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? ഡോപ്പമൈൻ ടോളറൻസ്. നിങ്ങൾക്ക് അപ്പോൾ ചെയ്തതിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടാതാവും. ഇപ്പം അത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ആണ്. സ്മോക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആദ്യത്തെ സിഗരറ്റ് വലിക്കുമ്പോൾ ആദ്യം കിട്ടിയിരുന്ന ഹാപ്പിനെസ് പിന്നീട് കിട്ടില്ല. നിങ്ങൾ ഏത് സ്മോക്കറോടും ചോദിച്ചു നോക്കും. പിന്നെ അവരെന്തിനു സ്മോക്ക് ചെയ്യണം? അത് വിഡ്രോവൽ സിംറ്റം ഇല്ലാണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അവർ സ്മോക്ക് ചെയ്യുന്നത്. അതായത് സ്മോക്ക് ചെയ്യാതിരുന്നാൽ
അവർക്ക് അസ്വസ്ഥത തുടങ്ങാതിരിക്കാൻ വേണ്ടി, അതായത് വെറും ശാന്തം വെറുതെ ഇപ്പം ഇരിക്കുന്ന പോലെ ഇരിക്കാൻ വേണ്ടിയാണ് അവരപ്പം എന്ത് ചെയ്യണത്? സ്മോക്ക് ചെയ്യുന്നത്. ചില രാജ്യങ്ങൾ ഇങ്ങനെയാണ്, യുദ്ധം തുടങ്ങി വെക്കും, പിന്നെ വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഭയങ്കര നെഗോസിയേഷൻ നടത്തും. ശരിക്കും ഈ വെടിനിർത്തൽ എപ്പോഴാണ് ഉണ്ടായിരുന്നത്? ഇവർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണ് വെടിനിർത്തൽ. എന്നിട്ട് ഇപ്പൊ കിടന്ന് വെടിനിർത്തലിന് വേണ്ടി പറഞ്ഞത്, ഇതിനിടയ്ക്ക് ഇവരെന്താ ചെയ്തത്? യുദ്ധം തുടങ്ങി വെച്ചു. അപ്പൊ ഇതുപോലെയാണ്, ഇപ്പൊ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഡി അഡിക്ഷൻ സെന്ററിൽ പോണത്, സ്മോക്കിങ്ങിനൊക്കെ അഡിക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഡ്രിങ്കിങ്ങിന് അഡിക്റ്റ് ആയിട്ട്. ഇത് അങ്ങനെയാണ്. ഇപ്പം എനിക്കറിയാം, ആദ്യകാലത്ത് ചെറിയ ഒരു സിപ്പ് എടുത്താൽ തന്നെ ലഹരി കിട്ടിക്കൊണ്ടിരുന്ന മനുഷ്യര് പിന്നീട് കുടിച്ച് പിന്നെ ഫുൾ ബോട്ടിൽ മദ്യം കഴിച്ചാലും അവർക്ക് ഒന്നും തോന്നില്ല അത്രേ. അവര് പറയണത് ഞങ്ങൾ അത്ര ഹെൽത്തിയാന്ന. ഹെൽത്ത് അല്ലത്. അവർ പറയുന്നത് ഒരു ഫുൾ ബോട്ടിൽ അടിച്ചാലും ഞാൻ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കും. എന്താ കാര്യം? അത് വർക്ക് ചെയ്യാണ്ടായി. ഇയാളുടെ നെർവുകൾ മുഴുവൻ എന്തായി? ഡംബായി. അത് ഒന്നിനും കൊള്ളാതെ നമ്പായി പോയി, മരവിച്ചിരിക്കുകയാണ്. ഇയാൾക്ക് മദ്യം കഴിച്ചിട്ട് മദ്യാന്ന് തോന്നണില്ല. ഇനി വല്ല പാമ്പിനെ കൊണ്ടൊന്ന് കടിപ്പിക്കും. അങ്ങനെയുണ്ട്. ചൈനീസ് സ്നേക്കോ അങ്ങനെ എന്തൊരു സ്നേക്ക് ഉണ്ട് അത്രേ. അത് കടിച്ചാൽ വിഷം വരുന്നത്. പക്ഷെ ആ വിഷം കയറിയാലേ പിന്നെ ലഹരി വരുള്ളൂ. വിഷം ഇയാൾക്ക് ലഹരിയായിട്ടേ തോന്നുള്ളൂ. പിന്നെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഇതാണ് ഡോപ്പമൈൻ ടോളറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡോപ്പമൈൻ ടോളറൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ലൈഫിൽ ഇത് തന്നെ സംഭവിക്കുന്നത്. നമ്മളൊരു ചീപ്പ് ഡോപ്പമൈൻ കിട്ടി, നമ്മളൊരു ഷുഗറി ഫുഡ് കഴിച്ചു, പക്ഷെ അതിൻ്റെ ഓർമ്മയിൽ വീണ്ടും നമ്മൾ പോയി അത് കഴിക്കും. എപ്പോഴും നമ്മളൊരു കാര്യം ആലോചിച്ചു, നമുക്ക് ഒരു തവണ ഉപയോഗിച്ച് ഇതൊന്നും നിർത്താൻ പറ്റില്ല. ഒരു തവണ ഉപയോഗിച്ച് നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി? നമ്മൾ യോഗികളാണ്. പിന്നെ സാധാരണ മനുഷ്യരല്ല നമ്മൾ. അല്ലെങ്കിൽ യോഗികൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു തവണ ഉപയോഗിച്ച് ആ സുഖം എന്നേക്കുമായി ക്ലോസ് ചെയ്യുക, ആ ഫയൽ എന്നേക്കുമായി ക്ലോസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ യോഗികളും ഭോഗികളും തമ്മിലുള്ള വ്യത്യാസം. അവർക്ക് ഒറ്റ തവണ ഉപയോഗിച്ച് അവർ ക്ലോസ് ചെയ്യുന്നു. നമ്മളോ സൈക്ലിക് ആയിട്ട് അത് ഉപയോഗിക്കുന്നു. ഒരു ചെറിയ സർട്ടൺ ഇന്റർവെല്ലിന് ശേഷം നമുക്ക് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണം, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ 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 അതൊരു ലൂപ്പാണ്. അതാണ് ഡോപ്പമൈൻ ടോളറൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ ചീപ്പ് ഡോപ്പമൈനുകളൊന്നും നമുക്ക് ഒരു തവണ ഉപയോഗിച്ച് നിർത്താൻ പറ്റില്ല. വീണ്ടും വീണ്ടും അത് ചെയ്യാൻ തോന്നും. ദെൻ ഹൗ ടു ക്വിറ്റ്? എങ്ങനെയാണ് ചീപ്പ് ഡോപ്പമൈനെ നമ്മൾ ക്വിറ്റ് ചെയ്യുന്നത്? കേട്ടോളൂ. ചീപ്പ് ഡോപ്പമൈനെ ക്വിറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് മാർഗമാണ് പറയുന്നത്. ഒന്നെന്താണ്? ദ മാജിക് വേർഡ് ഇൻ മോഡറേഷൻ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് വിശക്കുമ്പോൾ വേട്ടയാടി പോയി പിടിക്കാൻ പറയണത് ലോജിക്കാണോ? അല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഡോപ്പമൈൻ ഒഴിവാക്കാൻ പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഫുഡായാലും ശരി, സ്ക്രോളിങ്ങും സ്ക്രീൻ ടൈമും, നമുക്ക് എന്തായാലും കുറച്ച് വിനോദമൊക്കെ വേണം. കുറച്ച് ചീപ്പ് ഡോപ്പമൈനും അതിൻ്റെതായ പ്ലേസ് ഉണ്ട്. പക്ഷേ ആ മാജിക് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? മോഡറേഷൻ. ഞാൻ ഒരു ഡയറ്റിലൂടെ ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ആയിരുന്നു. ഇപ്പം ഡയറ്റ് തന്നെ മോഡറേഷനായി പോട്ടെ. പക്ഷേ ഈ ഡയറ്റിൽ ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് ഷുഗറി ഫുഡ് ഒഴിവാക്കാൻ വളരെ കർശനമായിട്ട് ശ്രദ്ധിക്കും. ജങ്ക് ഫുഡ് ഞാൻ 0 ആണ്. കൺസംഷൻ എന്ന് പറയുന്നത് 0 ആണ്. അത് തൊടാറേയില്ല. ഈ ഷുഗറി ഫുഡ് അല്ലെങ്കിൽ ചില സമയത്ത് നമ്മളിപ്പോൾ പുറത്തു പോയി ഒരു കല്യാണത്തിന് പോയാൽ അവിടെ പായസം വരും. പായസം വരുമ്പോൾ വേണ്ടാന്ന് പറയില്ല. പകരം ഒരൊറ്റ സിപ്പ് എടുക്കും. ആ പായസം 1/2 ഗ്ലാസ് മേടിക്കും. അതിൽ നിന്ന് ഒരൊറ്റ സിപ്പ് എടുത്ത് അത് ഫുൾ ഫീൽ ചെയ്ത് അകത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നോയാണ്, പിന്നെ അത് തൊടില്ല. അതുപോലെ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ കാണും, ലഡ്ഡു കൊണ്ടുവരും, ഐസ്ക്രീം കൊണ്ടുവരും. ലഡ്ഡു കൊണ്ടുവന്നാൽ അതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് കഴിക്കും. ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ ചെറിയ പീസല്ല, ചെറിയ പീസ്, ഒരു നുള്ളെടുത്ത് കഴിച്ചാൽ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടി, ഇനഫ് എന്ന് പറയാൻ. ചീപ്പ് ഡോപ്പമൈൻ മോർ ഓഫ് ഇറ്റ് എന്ന് പറയരുത്, ഇനഫ് എന്ന് പറയണം. ഐസ്ക്രീം ആണെങ്കിൽ ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ, അതായത് നിങ്ങൾ എന്നും പോയി മോഡറേഷൻ കഴിക്കരുത്. ഇത് ഞാൻ പറയുന്നത് സിറ്റുവേഷനായിട്ട് നമ്മളിലേക്ക് വരുന്ന ചീപ്പ് ഡോപ്പമൈൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പം നമ്മളൊരു പാർട്ടിക്ക് പോയി, ആ പാർട്ടിയിൽ നമുക്ക് എന്ത് കിട്ടി? ഐസ്ക്രീം കിട്ടി. നമ്മൾ ഒരു 1-2 അത്രയും മതി, അത് കഴിഞ്ഞാൽ നിർത്തിക്കോണം.
അങ്ങനെയൊക്കെ കഴിച്ചാലാണ് നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പോയാലേ നമുക്ക് വല്ലപ്പോഴും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ഫംഗ്ഷൻ ആയി കഴിഞ്ഞ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ കാര്യം കയ്യിൽ നിന്ന് വിട്ടുപോകാൻ അധികം സമയമൊന്നും വേണ്ട, തിരിച്ച് പിടിക്കാൻ നല്ല പാടാണ്, ഞാൻ പറയാം. അപ്പം മോഡറേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ്. നമ്മൾ ഈ ചീപ്പ് ഡോപ്പമൈനിന് ക്വിറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്നത് ഇൻ മോഡറേഷൻ. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഒന്നും ഒഴിവാക്കണം എന്നില്ല, ചില കാര്യങ്ങൾ പാടെ ഒഴിവാക്കിക്കോളൂ. നിങ്ങളുടെ ഹെൽത്തിനെയും നിങ്ങളുടെ സമയത്തെയൊക്കെ വളരെ മോശമായി എന്തെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനോട് 100% തന്നെ നിങ്ങൾ നോ പറയണം. ഞാൻ ഈ ഷുഗറി ഫുഡിനോട് 100% നോ പറഞ്ഞിട്ടുണ്ട്. പകരം പഴങ്ങളും തേനും ഒക്കെയാണ് കഴിക്കുന്നത്. അവിടെ പ്രശ്നമൊന്നുമില്ല. ഈ അല്ലാതുള്ള ഷുഗറി ഫുഡ് അറിയാമല്ലോ, ബേക്കറി ഫുഡും അതുപോലെ കേക്ക്, പേസ്ട്രി, അതെല്ലാം. ഒരു കാര്യം വളരെ മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ 100% നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ചിലത് ഇൻ മോഡറേഷൻ നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ നമുക്കാവാം. ഇപ്പം സ്ക്രോളിങ്ങും സ്ക്രീൻ ടൈമും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് കുറച്ചുകൂടെ അവെയർ ആകാം. ഇടയ്ക്ക് ആ ചെയിൻ ഒന്ന് ബ്രേക്ക് ചെയ്യാം. ഇടയ്ക്ക് നമുക്ക് വളരെ നമ്മൾ ഈ വെറുതെ സ്ക്രോൾ ചെയ്യാതെ ഞാനിങ്ങനെ വളരെ എഡ്യൂക്കേറ്റിംഗ് ആയിട്ടുള്ള റീൽസ് ഒക്കെ വന്നാൽ അത് സേവ് ചെയ്ത് വെക്കും. എനിക്കതിനൊരു ഫോൾഡറുണ്ട്, ഒന്നല്ല പല ഫോൾഡറുണ്ട്. ഞാൻ ആ ഫോൾഡറിന് കൊടുത്തേക്കുന്ന പേര് തന്നെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ മൈ പ്ലാൻ, അതും അല്ലെങ്കിൽ മൈ ഹെൽത്ത്, ഇങ്ങനെ കുറേ ഫോൾഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത്തരം ഫോൾഡറിൽ കൊണ്ടുപോയിട്ട് ഈ റീൽസ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യും. പിന്നീട് ഞാൻ അതെടുത്ത് റീപ്ലേ ചെയ്ത് നോക്കും. കാര്യം നമ്മൾ ഈ റീൽസിൻ്റെ ഒരു പ്രോബ്ലം, ഇത് വന്ന് കണ്ടു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറക്കും. ചിലപ്പോൾ നല്ല എഡ്യൂക്കേറ്റിംഗ് ആയിട്ടുള്ള റീലായിരിക്കും, പക്ഷെ മറന്നു പോകും. അത് മറക്കാതിരിക്കാൻ നമ്മൾ 1, 2, 3 റീൽസിൽ ഫിക്സ് ചെയ്യണം. അല്ലാണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കരുത്. അല്ലെങ്കിൽ ഒരു സമാന സ്വഭാവമുള്ള എഡ്യൂക്കേറ്റിംഗ് ആയിട്ടുള്ള റീൽസ് വരാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇത് പ്ലേ ചെയ്യണം. അപ്പം നമ്മളുടെ ആ ഫീഡിൽ ഇത്തരത്തിലുള്ള സംഗതികളായിരിക്കും എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് അത് പോകും. നമുക്കത് ലൈഫിൽ പകർത്താനുള്ള കഴിവ് കൂടുതൽ കിട്ടും. അപ്പം ഈ രീതിയിലാണ് സ്ക്രീൻ ടൈമിനെ നമ്മൾ പ്രൊഡക്റ്റീവാക്കി മാറ്റേണ്ടത്. മറ്റേത് മോഡറേഷനിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ചെസ്സ് കളിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മോഡറേഷൻ ഉപയോഗിക്കുക. എപ്പോഴും ചെസ്സ് കളിക്കണ്ട, അല്ലെങ്കിൽ നീണ്ട കളിയൊന്നും കളിക്കാതെ ഒരു ബ്ലിറ്റ്സ് കളിക്കുക, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കളിക്കുക, റാപ്പിഡോ ബ്ലിറ്റ്സോ കളിക്കുക. അപ്പം ഇതാണ് ആദ്യത്തെ മോഡറേഷൻ. എന്താണ് രണ്ടാമത്തെ? ഈ ഡോപ്പമൈൻ ടോളറൻസിന് അല്ലെങ്കിൽ ഡോപ്പമൈൻ അഡിക്ഷന്, ഡോപ്പമൈൻ ഡീടോക്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? ചീപ്പ് ഡോപ്പമൈനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഏൺഡ് ഡോപ്പമൈൻ, അതായത് നമ്മൾ ഏൺ ചെയ്യണം. അതായത് ഡിസയർ പ്ലസ് എഫേർട്ട് പ്ലസ് പേഷ്യൻസ് സമം സക്സസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്ന ആ സമവാക്യത്തെ കൊണ്ട് റീപ്ലേസ് ചെയ്യണം ചീപ്പ് ഡോപ്പമൈനെ. നമ്മുടെ ലൈഫ് പ്രൊഡക്റ്റീവ് ആയിരിക്കണം. അതായത് നമ്മുടെ ലോങ് ടേം ഗോളിനെ സഹായിക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതലായി ചെയ്യേണ്ടത് ഒരു ദിവസം. അതിനിടയ്ക്ക് ഇപ്പം നമ്മുടെ ഒരു പ്ലേറ്റിൽ നിറയെ വിളമ്പി, അല്ലെങ്കിൽ ഒരു ഇല സദ്യക്ക്, അവിടെ ശരിക്കും ഈ പിക്കിൾ എന്ന് പറയുന്നത് തൊട്ടുകൂട്ടാനല്ലേ ഉപയോഗിക്കൂ? അതെ. നേരെ മറിച്ച് ചോറിൻ്റെ സ്ഥാനത്ത് പിക്കിൾ കൊണ്ട് വെച്ചാലോ, ഒരു കൊട്ട പിക്കിൾ കൊണ്ട് തട്ടി, അങ്ങനെ ആരും ചെയ്യില്ല അല്ലേ? അപ്പം ഈ പിക്കിളിൻ്റെ സ്ഥാനത്താണ് നമ്മൾ ചീപ്പ് ഡോപ്പമൈനെ വെക്കേണ്ടത്. ചീപ്പ് ഡോപ്പമൈൻ വെക്കേണ്ടെന്ന് പറയുന്നില്ല. ഇലയെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇലയുടെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോങ് ടേം പ്ലാനിനെ സഹായിക്കുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കണം. ലോങ് ടേം പ്ലാനിനെ സഹായിക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എക്സർസൈസ്, ഹെൽത്തി ഫുഡ്, റിസർച്ച് ആൻഡ് സ്റ്റഡീസ്, അല്ലേ, അല്ലെങ്കിൽ റീഡിങ്, നോട്ട് പ്രിപ്പയറിങ്, റീഡിങ്, റിസർച്ച്, സ്റ്റഡീസ്. പിന്നെയോ ഇതൊന്നും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാം. നമുക്ക് നമ്മളിരിക്കുന്ന സ്ഥലം, നമ്മളിരിക്കുന്ന മുറി, അത് കുറച്ച് വൃത്തിയാക്കി വയ്ക്കാം. നമ്മുടെ മേശപ്പുറമൊക്കെ നമുക്ക് അടുക്കി വയ്ക്കാം. അത് നമ്മളുടെ സ്ട്രെസ് റിലീസ് ചെയ്യും. മെസ്സി ആയി കിടക്കുന്ന മേശ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറ്റും? നമ്മളും കുഴഞ്ഞു മറിയും. ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമ്മുടെ മേശപ്പുറം ഒന്ന് ഒതുക്കി വെച്ചാൽ തന്നെ നമുക്കും ക്ലാരിറ്റി കിട്ടും. അത് ഓഫീസിലായാലും വീട്ടിലായാലും നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ
മോർ ക്ലാരിറ്റി വരും. അത് നമ്മളുടെ ഗ്രോത്തിനെ സഹായിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ക്ലീൻ ചെയ്യുക, നമ്മളുടെ മേശപ്പുറം ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ റൂം ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ എൻറ്റയർ ഹോം നമ്മൾ ക്ലീൻ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ രാവിലെ കുറച്ച് നേരം ഒരു 40-45 മിനിറ്റ്സ് എക്സർസൈസ് ചെയ്യുന്നു. ആ എക്സർസൈസ് ചെയ്ത് അന്നത്തെ ദിവസം എന്തൊരു ഹാപ്പി ആയിരിക്കും നമ്മൾ. നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ എന്തോ ഒരു ഊർജ്ജം ഇങ്ങനെ പ്രവഹിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് പിന്നെ പടികളൊന്നും നമ്മൾ നടന്നല്ല കയറുന്നത്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എക്സർസൈസ് ചെയ്യുന്ന ദിവസവും എക്സർസൈസ് ചെയ്യാത്ത ദിവസവും എൻ്റെ ഓഫീസിൻ്റെ സ്റ്റെപ്പ് ഞാൻ എങ്ങനെയാണ് കയറുന്നതെന്ന് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. എക്സർസൈസ് ചെയ്യാത്ത ദിവസങ്ങളിൽ എൻ്റെ ഓഫീസ് ഇരിക്കുന്നത് 2ാമത്തെ നിലയിലായതുകൊണ്ട് എനിക്ക് സ്റ്റെപ്പ് കയറണം. എക്സർസൈസ് ചെയ്യാത്ത പോകുന്ന ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണി കയറിപ്പോകും. എക്സർസൈസ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ഓടിക്കയറും. അങ്ങനെ ഓടിക്കയറുന്ന അധികം പേരൊന്നും ഓഫീസിലില്ല. ഓഫീസിലെല്ലാവരും പതുക്കെ കയറുന്നവരാ. അറിയാമല്ലോ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരാണ്. കാര്യം സേഫ് ആയിട്ടിരിക്കുന്നവരാ. അവരൊരു വെല്ലുവിളിയെ നേരിടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഡള്ളായിപ്പോയി. അവർ പോലും അറിയാതെ അവർ ഡള്ളായിപ്പോയി. അപ്പോൾ അവിടെ ഓടിക്കയറുന്ന ഞാൻ മാത്രമേ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പതുക്കെ നടന്നിട്ടാണ് കയറണത്. അത് ഞാൻ ഓടിക്കയറുന്ന എപ്പോഴാണ്? എക്സർസൈസ് ചെയ്യുന്ന ദിവസം. അല്ലാത്ത ദിവസം നമ്മൾ നടന്നു. അപ്പോൾ എക്സർസൈസ് നമ്മളെ സഹായിക്കും. എക്സർസൈസ് നമ്മുടെ ലോങ് ടേം ഗോളിന് നല്ലതാണ്. ഹെൽത്ത് എന്ന് പറയുന്നത് ലോങ് ടേം ഗോൾ അല്ലാതെ പിന്നെ വേറെ എന്താണ്? ഹെൽത്ത് ലോങ് ടേം ആണ്. സ്റ്റഡീസ് അത് ലോങ് ടേം ഗോളിനെ സഹായിക്കുന്നതാണ്. പിന്നെ കോൾ ചെയ്യുക. നമുക്ക് കുറേ നാൾ വിളിക്കാതിരുന്നൊരു ഫ്രണ്ടിനെ വിളിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു അടുപ്പമുള്ള മറ്റൊരാളെ വിളിക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ സഹായിക്കുന്ന ഫോൺ കോളുകൾ ചെയ്യാം. അല്ലെങ്കിൽ എന്തിനേറെ പറയുന്നു, നമ്മൾ ചീപ്പ് ഡോപ്പമൈനിലേക്ക് പോകുമ്പോൾ ഒരു തണുത്ത വെള്ളത്തിൽ കുളി കുളിക്കാം. ചീപ്പ് ഡോപ്പമൈനെ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴി തണുത്ത വെള്ളത്തിൽ പോയി ഒന്ന് കുളിക്കുകയാണ്, ഒരു ഷവർ എടുക്കുകയാണ്. നമ്മൾ ആകെ ഫ്രഷായി പോകും. ദിവസത്തിൽ 2-3 ഷവറൊക്കെ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അത് നമ്മളുടെ ഒരു നീഡാണത്. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഓരോ ഷവർ എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ ചീപ്പ് ഡോപ്പമൈൻ പോകും. നമ്മൾ ഒന്നുകൂടെ ഫ്രഷ് ആവും. നമുക്ക് കുളി കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് സഹായിക്കും. എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്കായി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്ന് നടന്നിട്ട് അല്ലെങ്കിൽ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തുടങ്ങാൻ പറ്റും. നല്ല രീതിയിൽ തുടങ്ങാൻ പറ്റും. കാര്യം ഒരു കുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ആകമാനം മാറിയിട്ടുണ്ടാകും. തണുത്ത വെള്ളത്തിലാണ്. ചൂടുവെള്ളത്തിൽ കുഴമ്പ് തേച്ച് കുളിക്കുന്ന കാര്യമല്ല, കാരണം ഉറക്കം വരും. അതല്ല ഉദ്ദേശിച്ച്. കുഴമ്പ് തേച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടല്ല കുളിക്കേണ്ടത്. നല്ല തണുത്ത വെള്ളത്തിൽ തലയിൽ ഷവർ എടുക്കുക, തലയിൽ വെള്ളം. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എനർജറ്റിക് ആവും. അപ്പം നമ്മുടെ ലോങ് ടേം ഗോളുകളെ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ചീപ്പ് ഡോപ്പമൈനെ റീപ്ലേസ് ചെയ്യാൻ. ഇതിന് പറയുന്ന പേരാണ് ഡോപ്പമൈൻ ഡീടോക്സ് എന്ന് പറയും. ഇനി ഇതിനുള്ളൊരു പ്രാക്ടിക്കൽ അപ്രോച്ച് എന്താണ്? ഡോപ്പമൈൻ ഡീടോക്സിനെ സഹായിക്കുന്ന പ്രാക്ടിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്, ഏതൊരു അഡിക്ഷനെയും നമ്മൾ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയാൽ അവരെന്ത് ചെയ്യുമോ അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇത് വായിച്ച്. സാധാരണ ഒരു സ്മോക്കിങ്ങിനും അല്ലെങ്കിൽ മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയാൽ അവരെന്ത് മെത്തഡോളജിയാണോ അവിടെ ചെയ്യുന്നത് അതേ മെത്തഡോളജിയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ ഡോപ്പമൈൻ ഡീടോക്സിന് വേണ്ടി ചെയ്യുന്നത് എന്താണ്? ഡോപ്പമൈൻ ഡീടോക്സിന് വേണ്ടി ഇവിടെ ചെയ്തത്, നിങ്ങൾക്ക് ഏതാണോ നിങ്ങളെ അഡിക്ഷൻ ഉണ്ടാക്കിയത്, അഡിക്റ്റ് ആക്കിയ ഏത് ചീപ്പ് ഡോപ്പമൈൻ ആണോ ഉള്ളത്, കുറേ ഉണ്ട്, ഞാൻ പറഞ്ഞത് മാത്രമല്ല, വേറെ പലതും ഉണ്ട്. നമുക്ക് സെൻഷ്വൽ പ്ലഷർ കിട്ടുന്നതും ഫിസിക്കൽ പ്ലഷർ കിട്ടുന്നതും നമ്മുടെ രുചിമുകുളങ്ങളെ ത്രസിപ്പിക്കുന്നതും, ഇങ്ങനെ ചീപ്പ് ഡോപ്പമൈൻ അതെന്തുമായിക്കൊള്ളട്ടെ, ഏതിൽ നിന്നാണോ നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ടത് അതിൽ നിന്ന് 1 മാസം ടൈം എടുത്ത് അതിൽ നിന്ന് പുറത്ത് കിടക്കണം. 1 മാസം ടൈം. ഈ 1 മാസം ടൈം അത് ചെയ്യരുതെന്നല്ല അവിടെ. 1 മാസം അങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് കോൾഡ് സ്റ്റാർട്ട് ഒന്നും പറ്റില്ല. ഒറ്റയടിക്ക് നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല. ഒരു അഡിക്ഷനിൽ നിന്ന് നമുക്ക് ഒറ്റയടിക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല. അതിന് 30 ദിവസം, ഇത് ഡി അഡിക്ഷൻ സെന്ററിൽ അങ്ങനെയാണ് പറയണേ, 30 ദിവസത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. 30 ഡേയ്സ്. എല്ലാം 1 മാസം 2 മാസമൊക്കെ അവരവിടെ നിർത്തണേ. നമ്മൾ എത്രത്തോളം അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ 1 മാസം 2 മാസം 6 മാസമൊക്കെയാണ്. മിനിമം 1 മാസമാണ് ഡി അഡിക്ഷൻ സെന്റർ. ഈ 1 മാസത്തെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തവർ, 4 ആഴ്ചകളാക്കി ഡിവൈഡ് ചെയ്യും.
ഓരോ ആഴ്ചയും 25 25 25 25 അങ്ങനെ വരും. അപ്പം നമ്മളിപ്പോൾ ഐസ്ക്രീം കഴിക്കുന്നതിന് അഡിക്റ്റ് ആയി. അങ്ങനെ അഡിക്റ്റ് ആവില്ല, പക്ഷെ അങ്ങനെ ഒരു ലൂപ്പിൽ നമ്മൾ പെട്ടുപോയാൽ ആദ്യത്തെ ആഴ്ച 25% കുറച്ചിട്ട് അതായത് നമ്മളിപ്പോൾ ഒരു സിഗരറ്റ് ഇപ്പം എന്താ പറയുക, ഒരു ദിവസം 100 സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് ആദ്യത്തെ ആഴ്ച 75 സിഗരറ്റ് ആക്കി കുറയ്ക്കും. പെർ ഡേ 75 സിഗരറ്റ് ആയിരിക്കും കൊടുക്കുക. അപ്പോഴും അയാൾ വലിക്കുന്നുണ്ട് അല്ലേ. രണ്ടാമത്തെ ആഴ്ച വീണ്ടും 25 കുറയ്ക്കും. രണ്ടാമത്തെ ആഴ്ച 50 സിഗരറ്റ്. അപ്പോഴും അയാൾക്ക് വിഡ്രോവൽ സിംറ്റം ഒന്നും വരില്ല കേട്ടോ. വിഡ്രോവൽ സിംറ്റം ഒരു പ്രശ്നം ഉണ്ടാവില്ല പുള്ളിക്ക്. പുറമേ നിന്ന് ഒരാൾ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് സംഭവിക്കാത്. അപ്പം മൂന്നാമത്തെ ആഴ്ച വീണ്ടും കുറച്ച് 25 ആക്കും. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ട് കടന്നു വരുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു പ്രോബ്ലം തോന്നില്ല. നാലാമത്തെ ആഴ്ച ആ 25നെ 0 ആക്കും. 25നെ 0 ആക്കാൻ എളുപ്പമാണ്. 100നെ 0 ആക്കരുത്. 100നെ 0 ആക്കരുത്. 100നെ 75 ആക്കുക, 75നെ 50 ആക്കുക, 50നെ 25 ആക്കുക, 25നെ 0 ആക്കുക. 0 ആക്കി വിടുക. അപ്പം ഇയാൾക്ക് ഈ വിഡ്രോവൽ സിംറ്റം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവില്ല. ഇതാണ് ഡി അഡിക്ഷൻ്റെ തത്വം, പ്രിൻസിപ്പിൾ. ഇത് തന്നെ നമ്മൾ ചെയ്യുക. നമ്മൾ 25 30 കുറച്ചോ? നമ്മൾ അങ്ങനെ വലിയ ഇവിടെ മദ്യത്തിന് അടിമയായിട്ടുള്ള ആരും ഇല്ലെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മൾ ഏതിനാണോ അഡിക്റ്റഡ് ആയിരിക്കുന്നത്, ഇപ്പം ചിപ്സ് കഴിക്കുന്നതിനോ, പൊട്ടറ്റോ ചിപ്സ് കഴിക്കുന്നതിനോ, ലേസ് കഴിക്കുന്നതിനോ, ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നതിലൊക്കെ ആയിരിക്കും നമ്മുടെ അഡിക്ഷൻ. അത്തരം അഡിക്ഷനെ കുറയ്ക്കാൻ നമ്മൾ എന്താണ് വേണ്ടത്? ഇപ്പൊ കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി അത് ആദ്യം മെഷർ ചെയ്യുക. മെഷർ ചെയ്തിട്ട് അതിനെ ഗ്രാജുവലി കട്ട് ഓഫ് 30 ദിവസത്തെ ഒരു പ്ലാൻ വെക്കുക. 30ാമത്തെ ദിവസം ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് നിർത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദിവസേന കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരിക. അപ്പൊ ഇതുപോലെയുള്ള ഒരു പ്ലാൻ വെച്ചിട്ട് നമ്മൾ ഡീടോക്സ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് ഇതിനെ പുറത്തു കടക്കാൻ പറ്റൂ. ഇനി ഈ ഡോപ്പമൈൻ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതും കൂടെ പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഡോപ്പമൈൻ ഞാൻ ആദ്യം പറഞ്ഞു, അതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. നമുക്കൊരു ബേസ് ലൈൻ ഡോപ്പമൈൻ ഉണ്ടോ? ഉണ്ട്. നമ്മളിൽ എപ്പോഴും അല്ലേ, നമുക്ക് എപ്പോഴും ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്. നമുക്കെല്ലാവർക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്കൊരു ഡോപ്പമൈൻ ബേസ് ലൈൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ചീപ്പ് ഡോപ്പമൈൻ ഉപയോഗിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്തുണ്ടാവും? ഡോപ്പമൈൻ ടോളറൻസ് ഉണ്ടാവും. ഓരോ തവണ ഹൈയിലേക്ക് പോയി കഴിയുമ്പോഴും, ചീപ്പായിട്ടുള്ള ഹൈയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തിരിച്ച് എങ്ങോട്ട് വരും? ബേസ് ലൈനിലേക്ക് വരും. പക്ഷേ ഈ ബേസ് ലൈൻ അപ്പൊ എന്തായിരിക്കും? അല്പം താണു പോകും. ഞാൻ പറഞ്ഞ മനസ്സിലായാലോ? ഒരു പാത്രം നിറച്ച് വെള്ളമുണ്ട്. പെട്ടെന്ന് നമ്മൾ അതിനെ ഒന്ന് കുലുക്കി, അപ്പൊ അതൊരു ഹൈയിലേക്ക് പോയി. ഹൈയിലേക്ക് പോയിട്ട് കുറച്ച് പുറത്തേക്ക് തെറിച്ചുപോയി. പിന്നീട് അത് സബ്സൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ലെവൽ ഉണ്ടാകുമോ? ഇല്ല. ബേസ് ലൈൻ താണു പോകും. ഇതേ പ്രോസസ്സാണ് ഡോപ്പമൈനിൽ സംഭവിക്കുന്നത്. നമ്മുടെ ബേസ് ലൈൻ ഓരോ ഹൈക്ക് ശേഷവും, ഓരോ ചീപ്പ് ഡോപ്പമൈന് ശേഷവും, ഓരോ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് ശേഷവും നമ്മുടെ ഡോപ്പമൈൻ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഡോപ്പമൈൻ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോപ്പമൈൻ ലെവൽ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു പ്രോസസ്സാണ്. ഇതൊരു എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു ലൂപ്പായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഇതിനെ വീണ്ടും താഴേക്ക് പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ പറയും, എനിക്ക് ഇനിയും ഹൈ തരൂ എന്ന് പറയും. ഡോപ്പമൈൻ ബേസ് ലെവൽ താഴ്ന്നു പോയി, ഐ വാണ്ട് മോർ, ഹൈ വേണം. അപ്പൊ നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. ഇത്തവണ കൂടിയ അളവിൽ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ വീണ്ടും ഹൈയിലേക്ക് വരും, പുറത്തു പോകും, ബേസ് ലൈൻ വീണ്ടും താഴും. ബേസ് ലൈൻ ഇങ്ങനെ താണോണ്ടിരുന്നാൽ എന്താ പ്രശ്നം? ബേസ് ലൈൻ താഴുന്നത് വളരെ അപകടമാണ്. ഞാൻ നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞു എന്ത്? ഡോപ്പമൈൻ ഡേഞ്ചറസും കൂടിയാണെന്ന്. ബേസ് ലൈൻ താഴ്ന്നു പോയാൽ, ഒരു നിശ്ചിത പരിധിക്ക് അപ്പുറം ബേസ് ലൈൻ താഴ്ന്നു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാവോ? നിങ്ങൾ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് ജീവിച്ചിരിക്കും. ഒരു ദിവസം കേൾക്കാം, ഹീസ് നോ മോർ, സൂയിസൈഡ് ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് ന്യൂസ് നമ്മൾ കേൾക്കാറുണ്ട്. പുറമേ ഒരു കുഴപ്പമില്ല, ഫാമിലിയുണ്ട്, ജോലിയുണ്ട്, ഹെൽത്തിയാണ്, വെൽത്തിയാണ്, എല്ലാം ഉണ്ട്. പക്ഷെ അയാൾ പോയിട്ട് സൂയിസൈഡ് ചെയ്തു. എന്താ കാര്യം? സംഗതി ഇതാണ്. അതിൻ്റെ ഒരു കാരണം, പല കാരണമുണ്ട്. ഗട്ട് ബാക്ടീരിയ വരെ അതിനകത്ത് ഒരു റോളുണ്ട്. നമ്മൾ കഴിക്കുന്ന മോശം ഫുഡ് നമ്മുടെ ഗട്ട് ബാക്ടീരിയയെ ബാധിക്കും. ഗട്ട് ബാക്ടീരിയകൾ നമ്മളെ ഇൻ ടേൺ അവർ നമ്മളുടെ ഡിസിഷനെ ബാധിക്കും.
നല്ല ഗട്ട് ബാക്ടീരിയ ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ നമുക്കെതിരായിരിക്കും. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു ഷാഡോ നമ്മളുണ്ട്, അത് മറന്നു പോകരുത്. നിങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഒരു ഷാഡോ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 28 ട്രില്യൺ അല്ലെങ്കിൽ 30 ട്രില്യൺ ആണ് നമ്മുടെ കോശങ്ങളെങ്കിൽ 30 ട്രില്യൺ കോശങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ബാക്ടീരിയകളുടെ എണ്ണം അതിനേക്കാൾ കൂടും. നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയകൾ 38 ട്രില്യൺ ഉണ്ട്, 40 ട്രില്യൺ ഉണ്ട്. ആലോചിച്ച് നോക്ക്, നമ്മളെക്കാൾ വലിയ ഒരു ഷാഡോ ഉണ്ട് നമ്മുടെ ഉള്ളിൽ. അപ്പൊ അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷം, അവരുടെ ദുഃഖം നമ്മുടെ ദുഃഖം, അവരുടെ ഡിസിഷൻ നമ്മുടെ ഡിസിഷൻ. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് നല്ല പ്രീബയോട്ടിക്സും നല്ല പ്രോബയോട്ടിക്സും കൊടുത്ത് അവരെ ഹെൽത്തി ആക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അവർ ഹാപ്പി ആയാൽ നമ്മൾ ഹാപ്പി. ഇതൊരു റീസൺ. രണ്ടാമത്തെ റീസൺ നമ്മുടെ ഡോപ്പമൈൻ താഴോട്ട് പോകും. ഡോപ്പമൈൻ താഴോട്ട് പോകും. ചില മരുന്നുകൾ ഈ ഗട്ട് ബാക്ടീരിയയെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ഡിപ്രഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ചില മോഡേൺ മെഡിസിൻ അങ്ങനെയുണ്ട്. ഇവിടെ ബേസ് ലൈൻ, നമ്മുടെ ഡോപ്പമൈൻ ബേസ് ലൈൻ ഡ്രോപ്പ് ചെയ്താലും നമുക്ക് ജീവിക്കാനുള്ള ആഗ്രഹം ഇല്ലാതായി. ജീവിക്കാനുള്ള ആഗ്രഹം ഇല്ലാതായി എന്ന് പറഞ്ഞാൽ മരണം, സൂയിസൈഡ്. ഇനി പോട്ടെ, സൂയിസൈഡ് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ലെന്നുള്ള അവസ്ഥയാവും. നമുക്ക് ഒന്നും ചെയ്യാനുള്ള ആഗ്രഹമില്ല, ഡിപ്രഷൻ. നമുക്ക് എണീക്കണമെന്നുണ്ട്, എണീക്കാൻ പറ്റില്ല. നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ട്, മൂവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫോൺ ചെയ്യണം സുഹൃത്തിനെ, ഫോൺ ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാനുള്ള മോട്ടിവേഷൻ ഇല്ല, ഒന്നും ചെയ്യാൻ തോന്നണില്ല. ലൈഫ് വളരെ ഇൻസെൻസിറ്റീവ് ആയിപ്പോയി, പാരലൈസ്ഡ് ആയിപ്പോലെ. എൻ്റെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം സെൻസേഷൻ ഇല്ലാണ്ടായി പോകും. ഒന്നും തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്നില്ല. ലൈഫിനൊന്നും ഒരു മീനിങ്ങും ഇല്ല, ഹോപ്പ്ലെസ്. അങ്ങനത്തെ ഒരു അവസ്ഥ എന്തുകൊണ്ടുവരും? ഈ ബേസ് ലൈൻ ഒരു പരിധി വിട്ട് താഴ്ന്നാൽ അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മളിതിനെ റീപ്ലനിഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് താഴ്ന്നു പോകാൻ അനുവദിക്കരുത്. എങ്ങനെയാണ് താഴ്ന്നു പോകാതിരിക്കാൻ നോക്കേണ്ടത്? അബ്സ്റ്റെയിൻ ഫ്രം ചീപ്പ് ഡോപ്പമൈൻ. ചീപ്പ് ഡോപ്പമൈൻ വേണ്ട എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ ഇൻ മോഡറേഷൻ. മാസത്തിൽ ഒരു തവണ മതി പുറത്തുനിന്നുള്ള ഔട്ടിങ്, അല്ലെങ്കിൽ പുറത്തു പോയി ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ചീപ്പ് ഡോപ്പമൈൻ. പുറത്തു പോയി ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും മോശം സ്വഭാവങ്ങളിലൊന്ന്. കാര്യം നമ്മൾ ആ അടുക്കള എന്താണെന്ന് അറിയില്ല, ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിയില്ല, എസ്പെഷ്യലി ഓയിൽ എന്താണെന്ന് അറിയില്ല. വീട്ടിൽ നമ്മൾ ചിലപ്പം വിർജിൻ വെളിച്ചെണ്ണയായിരിക്കും ഉപയോഗിക്കുക, വില കൂടിയ. അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഗട്ടിനെ സൂക്ഷിക്കും. എന്നിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യം പുറത്തു പോയി കഴിച്ചാലുള്ള അവസ്ഥ എന്താണ്? അവിടെ ഉണ്ടാക്കുന്ന ചീപ്പായിട്ടുള്ള ഓയിൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറും. അത് കാർസിനോജനാണ്, അത് ഇൻഫ്ലമേറ്ററി ആണ്, അത് ഇല്ലാത്ത ദോഷമൊന്നുമില്ല. ഓയിൽ ഭയങ്കര അപകടമാണ്. മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചീപ്പായിരിക്കും. അതിൻ്റെ പ്രൈസ് മാത്രമായിരിക്കും വലുത്, ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചീപ്പായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓയിലൊക്കെ ചീപ്പാണെങ്കിൽ നമ്മൾ അറിയില്ല. അല്ലെങ്കിൽ ഓയിൽ അവർ റീയൂസ് ചെയ്യും. റീയൂസ് ചെയ്താൽ കാർസിനോജനാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ മോഡറേറ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ ഒരു പ്രശ്നവുമില്ല, ഒരു വിഷവും നമുക്ക് ഏൽക്കില്ല. മോഡറേഷൻ ആയിരിക്കണം എന്ന് മാത്രം. മാസത്തിൽ ഒരു തവണ നമ്മൾ പുറത്തു പോയി സെലിബ്രേറ്റ് ചെയ്യും. സെലിബ്രേറ്റ് ചെയ്യുകയും വേണം. നിങ്ങൾ അങ്ങനെ യോഗിയെ പോലെ ഒന്നും ജീവിക്കേണ്ട ആവശ്യമില്ല ഈ കാലത്ത്. മാസത്തിൽ ഒരു തവണ നിങ്ങൾ പുറത്തു പോകുന്നു, അന്ന് നിങ്ങൾ എൻജോയ് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു, ഫുഡ് എന്താ വെച്ചാൽ കഴിക്കുന്നു. പിന്നീട് നമ്മൾ നമ്മുടെ റുട്ടീനിലേക്ക് മടങ്ങി വരുന്നു. ഇതാണ് മോഡറേഷൻ പറയുന്നത്. ഇങ്ങനെ നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ അഡിക്റ്റ് ആക്കിയിട്ടുള്ള എല്ലാ ശീലങ്ങളോടും ഇങ്ങനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, മോഡറേഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 100% അബ്സ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ബേസ് ലൈൻ എന്ത് ചെയ്യും? റീപ്ലനിഷ് ചെയ്യും. ബേസ് ലൈൻ ഉയരും. ഡോപ്പമൈൻ ബേസ് ലൈൻ ഉയരും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തെറിക്കും, നമ്മളിങ്ങനെ ഗുളികൻ കയറിയ പോലെ ഇങ്ങനെ വിറയ്ക്കും. നമുക്ക് ജീവിതത്തെ നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കും. ജീവിതത്തെ ഹഗ് ചെയ്ത് നമ്മൾ ഉമ്മ വയ്ക്കും. ഐ ലവ് ദിസ് ലൈഫ് എന്ന് പറയും. കാര്യം എന്താണ്? നമ്മുടെ ഡോപ്പമൈൻ ബേസ് ലൈൻ എന്ന് പറയുന്നത് തന്നെ ഹൈ ആണ്. അങ്ങനെയുള്ള മനുഷ്യരില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയുള്ള നിമിഷങ്ങളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഡോപ്പമൈൻ ബേസ് ലൈൻ ഹൈ ആക്കി നിർത്തുക. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോ ടു ചീപ്പ് ഡോപ്പമൈൻ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. ഇന്ന് നമ്മൾ 2